ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8000 800120. எல்லாரும் வீட பத்திரமா பாத்துக்கணும். அதுதான் எனக்கு சொல்றதுக்கு இருக்கு. എനിക്ക് തോന്നണത് ഈ വീട് മൊത്തം പ്രശ്നമാണ്. ശരിയല്ലേ? ഇപ്പൊ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ മൊത്തം പ്രശ്നമില്ലേ? നൈസിലെ ആ ഓണർ നമ്മളെ തേച്ചായിരിക്കും. ഇനി ഇത് മൊത്തം നന്നാക്കണമെങ്കിൽ ലോൺ എടുക്കേണ്ടി വരും. ലോണോ? എന്ത് ലോണ്? മെയിൻ്റെനൻസ് ലോൺ. എന്നിട്ട് ആരടയ്ക്കും? ചേച്ചി അടയ്ക്കും. ചേട്ടാ ഓ ചേട്ടാ ആലോചിക്കാണോ? അങ്ങനൊന്നും ഇല്ല. ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നു. ചേട്ടാ എന്താ ആലോചിച്ചത് ഞാൻ പറയട്ടെ. ഓ പറ. ചേട്ടാ ഈ വീട് നമ്മുടെ സ്വന്തമായിട്ട് ഒരുമാതിരി നമ്മളെ ഇടിച്ചെടുത്ത് സംസാരിക്കുന്ന പോലെ ചേട്ടൻ തോന്നിയില്ലേ? അതല്ല ചേട്ടൻ ആലോചിച്ചോണ്ടിരുന്നേ. എനിക്ക് മനസ്സിലായി. ഓ കാര്യം എന്ത് പറഞ്ഞാലും ഞാൻ കൊച്ചുകുട്ടി തന്നെയാണ്. പക്ഷെ ഞാൻ ജനിച്ചത് ഈ വീട്ടിലാ. ഞാൻ ചേട്ടൻ അനിയത്തിക. അപ്പൊ എനിക്ക് കുറച്ച് ബുദ്ധി ഉണ്ടാവൂലോ ഇല്ലേ? എന്നാ പിന്നെ ഞാൻ കാര്യത്തിലേക്ക് കടക്കട്ടെ. ഇത്ര നേരം നീ എന്നല്ലേ ഒന്ന് പറഞ്ഞോണ്ടിരുന്നേ? ബാക്കിയൂടെ പറ. നമ്മൾ 4 പേരും ഈ വീടിന്റെ തുല്യാവകാശികളല്ലേ? അല്ലേ? ആണല്ലോ. അപ്പൊ ഈ വീട് കേടാക്കുന്ന കാര്യം പറഞ്ഞ് നമ്മളെ വഴക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഷോ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഒന്ന് പറ. ഇല്ല, ആവശ്യമില്ല. അപ്പൊ വീടിന്റെ കാര്യം പറഞ്ഞ് നമ്മുടെ തലയിൽ കയറേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഇവിടെ കളിച്ചുകൂടാ, സ്ലാവേലിരുന്നൂടാ, ഓടിക്കൂടാ, പിന്നെ ബാത്റൂമിൽ പോയിക്കൂടാ. അതപ്പോ പറഞ്ഞേ. ഇങ്ങനെ പോവാണെങ്കിൽ അതും പറയും. ചേട്ടാ നമുക്ക് പ്രതികരിച്ചേ പറ്റൂ. പ്രതികരിക്കണ്ടേ? വേണം. പിന്നെ പ്രതികരിക്കണ്ടേ? നീ പറഞ്ഞത് ശരിയാണ് കേട്ടോ. നൈസിലേ നമ്മൾ കാണിക്കുന്ന എന്തെങ്കിലും ചെറിയ തെറ്റിന്റെ മണ്ടയിലെടുത്ത് എല്ലാം കൂടെ അടിച്ചിട്ട് എല്ലാം നമ്മളെ ഇടിച്ചിടിച്ചിടിച്ച് അങ്ങ് ഒതുക്കിയാണ്. അത് തന്നെ. അങ്ങനെ നൈസിൽ ഒതുക്കിയിട്ട് നമ്മുടെ മേളിൽ കയറി അധികാരം സ്ഥാപിക്കാനാണ്. അത് തന്നെ. അതാണ് ലക്ഷ്യം. അധികാരം നോക്കിയല്ലേ? ചേട്ടൻ ഇപ്പൊ പറഞ്ഞാണ് കറക്റ്റ്. പക്ഷെ ചേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് പറയാൻ പറ്റൂല. അതിപ്പോ നീ പറയാൻ നോക്കിയാലും കാറ്റ് മാത്രമേ വരുള്ളൂ. ആ ലച്ചു ചേച്ചി ഉണ്ടല്ലേ, ചെറിയൊരു സൂചി കയറ്റാ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ബുൾഡോസർ ഇടിച്ച് കയറ്റുന്ന ടീമാണ്. അത് ചേട്ടൻ പറഞ്ഞ കറക്റ്റാ. അതെന്നെക്കാളും നന്നായിട്ട് അറിയാവുന്ന ചേട്ടനാ. അതെന്താന്നറിയോ? ചേട്ടൻ എന്നെക്കാളും കൂടുതൽ ഓണസദ്യ കഴിച്ചിട്ടുണ്ട്. ചേട്ടാ ഈ പറഞ്ഞ പോലെ ഓണം എന്നാ? എന്തിനടി? ഓണസദ്യയുടെ കാര്യം പറഞ്ഞപ്പോഴേ കൊതി വന്നതാ. പീല് പിടിച്ച് വരികയായിരുന്നു. കളഞ്ഞവള് നിന്റെ പറ്റും. നമ്മൾ എന്തോ സംസാരിച്ചെന്ന് അറിയാൻ പറ്റുമോ? ഇതൊന്നും പറഞ്ഞു പോരുത്. ഒന്നും പറഞ്ഞു പോരുത്. എന്താണ് രണ്ടും കൂടെ ഒരു സംസാരം? എന്ത് സംസാരം? എന്ത് സംസാരമെന്ന്? അല്ല, രണ്ടുപേരും കൂടെ എന്താണ് കുടുങ്ങുണാന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത്? അത് ചോദിച്ചതാ. എന്താടാ? ഞങ്ങളൊന്നും സംസാരിച്ചില്ലല്ലോ. എന്ത് ശബ്ദത്തിനൊക്കെ ഒരു മൊട? ഒരു മൊടയില്ല. ഞങ്ങൾക്ക് എന്താ ഇവിടെ ഇരുന്നൂടെ? ഇരിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലല്ലോ. സംഭവം എനിക്ക് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ട് കാണൂലല്ലേ? ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടൂല. അല്ലെങ്കിൽ നല്ലത് പറഞ്ഞു കൊടുത്ത് എന്നെ സമൂഹത്തിൽ ആർക്കും ഇഷ്ടപ്പെടൂല. അതിന് നല്ലത് പറയണ്ടേ? നീ മിണ്ടരുത്. നീ മൈനർ ആണ്. ഇൻ ഇന്ത്യ മൈനർ is legally defined as someone under age of 18. Yes, I know. You know. എന്റെ അടുത്ത് ഡയലോ അടിക്കല്ലേ? ആഘോഷ തന്നെയാ. അകവാശിയെ പറ്റി പറയണത് നീ ആയിട്ടില്ല കേട്ടോ. എന്തൊക്കെയാണ് പറയണത്? അത് മാത്രല്ല, തന്റെ അകവാശം ഉണ്ടല്ലോ, അതിപ്പോ എന്റെ പേരിലാണ്. എന്നെ ഒഴിവാക്കി എനിക്ക് ഈ വീട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. കേശോടാ, നമ്മൾ ഈ വീട്ടിൽ തോന്നാ ചെയ്യും. വേണമെങ്കിൽ ഞങ്ങൾ ഈ വീട് കത്തിക്കും, അല്ലെങ്കിൽ പൊളിക്കും. നമുക്ക് നമ്മള് ഈ വീട്ടിൽ തോന്നണ ചെയ്യും. നമ്മള് തോന്നത്തിരിക്കും, തോന്നത്ത് കിടക്കും. പിന്നെ ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കും, ഫുട്ബോൾ കളിക്കും. വേണമെങ്കിൽ ഞാൻ വോളിബോൾ വരെ കളിക്കൂടെ ഈ വീട്ടിൽ. പൈസ മുടക്കി ഇവിടെ ആരും ഒന്നും ചെയ്യണ്ട. ഈ വീട് ഇങ്ങനെ നടന്നാ മതി. എന്തോന്നടേ ഇത്? ഇപ്പഴേ തുടങ്ങിയ അവകാശ തർക്കവും അടിയും ബഹളവും ഒക്കെ? തുടങ്ങി.
ഇവിടെ ഉള്ള എല്ലാവരും ഈക്വലാ. ഇനി ഈ വീടിന്റെയോ സ്ഥലത്തിന്റെയോ പേരും പറഞ്ഞ് ആരും ജാട കാണിക്കണ്ട. അങ്ങനെങ്ങാണ് കാണിച്ച ഞങ്ങൾ ഈ ബന്ധം അങ്ങ് മറക്കും. ആ വായശോടാ വാന്ന്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ? അങ്ങനെ തന്നെയാണ്. വായശോടാ. മറക്കും. കേശോടാ വാ ഇങ്ങോട്ട്. പറഞ്ഞു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.